ആലപ്പുഴ തുറവൂർ ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്കാണ്. 3.5 മണിക്കൂറിലേറെയായി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു. ദേശീയപാത നിർമ്മാണത്തെ തുടർന്നാണ് ഗതാഗത കുരുക്കുണ്ടായത്. ഗതാഗതം നിയന്ത്രിക്കാൻ പോലീസ് സ്ഥലത്തില്ലെന്നും ആക്ഷേപമുണ്ട്. കുടുങ്ങിക്കിടക്കുന്ന KSRTC ബസ്സുകളടക്കം 100-ലേറെ വാഹനങ്ങളാണ്. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, 3.5 മണിക്കൂറിലേറെയായി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു. വാഹനങ്ങൾ വഴിതിരിച്ചൊക്കെ വിടുന്നുണ്ട് എന്ന് അറിയാൻ മാക്കേക്കടവ്. പക്ഷേ ആ ഡീവിയേറ്റ് ചെയ്ത് വിട്ട വഴിയിലും വാഹനങ്ങൾ കുടുങ്ങി എന്നുള്ളതാണ്. പൊതുവിൽ ഇപ്പോൾ സാഹചര്യം എന്താണ്? എന്തെങ്കിലും ഒരു പരിഹാരമായിട്ടുണ്ടോ ഗതാഗത കുരുക്കിന്? ലക്ഷ്മി, ഗതാഗതക്കുരുക്ക് തുടങ്ങിയിട്ട് മണിക്കൂറുകൾ ഏറെ ആയിട്ടുണ്ട്. എങ്കിലും ഈ ചെറിയ വഴികളിലൂടെയൊക്കെ മാക്കേക്കടവ് വഴിയും മറ്റ് വഴികളിലൂടെയും ഒക്കെ വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നുണ്ട്. ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിലാണ് ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത്. ഗതാഗതക്കുരുക്ക് മണിക്കൂറുകൾ നീണ്ടിട്ടും അത് നിയന്ത്രിക്കാൻ പോലീസ് അടക്കമുള്ള ആളുകൾ എത്തിയില്ല എന്നാണ് നാട്ടുകാരുടെയും ഒപ്പം തന്നെ വാഹനങ്ങളിലെ ഡ്രൈവർമാരുടെയും യാത്രക്കാരുടെയും ഒക്കെ പരാതി. എന്തായാലും ഇപ്പോൾ ഈ കുരുക്ക് രൂക്ഷമായ സ്ഥലങ്ങളിൽ ട്രാഫിക് പോലീസ് എത്തിയിട്ടുണ്ട്. ഗതാഗതം വഴിതിരിച്ച് ചെറിയ റോഡുകളിലൂടെയും ഒപ്പം തന്നെ ഈ മാക്കേക്കടവ് പോലുള്ള വഴികളിലൂടെയും ഒക്കെ തിരിച്ച് എറണാകുളം ഭാഗത്തേക്ക് വിടുന്നുണ്ട്. ഗതാഗതക്കുരുക്കിന് അല്പം അയവ് വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും KSRTC ബസ്സുകളടക്കം 100-ലേറെ വാഹനങ്ങളാണ് ഈ തുറവൂർ മുതൽ ഉള്ള ദേശീയപാതയിൽ 3.5 മണിക്കൂറുകളായി കുടുങ്ങിക്കിടക്കുന്നത്. ലക്ഷ്മി, നിഷയാണ് വിവരങ്ങൾ നൽകിയത്.